113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ നാളെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തിലാണ് സർസംഘചാലക് പങ്കെടുക്കുന്നത്. സർസംഘചാലകിനെ സ്വീകരിക്കാൻ വിപുലമായ തയ്യാറെടുപ്പിലാണ് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. മിഥുൻ മുരളി അവിടെ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർണ്ണമായിട്ടുണ്ട് സർസംഘചാലകിനെ വരവേൽക്കാനായി. ഇപ്പോൾ നിലവിൽ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദേവിക 113 വർഷം പിന്നിട്ട അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന RSS രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക നാളെ ഈ മഹാപരിഷത്ത് വേദിയിലേക്ക് എത്തുമ്പോൾ അതൊരു ചരിത്ര നിയോഗമായിട്ട് മാറുകയാണ്. സംഘാടകരെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഹിന്ദുമത പരിഷത്ത് മാറുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് RSS സർസംഘചാലക ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ വരവിനെ നോക്കിക്കാണുകയും വളരെ പ്രതീക്ഷയോടുകൂടി വളരെ അനുഗ്രഹം എന്ന രീതിയിലാണ് സംഘാടകരെല്ലാം ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികളെല്ലാം ഇക്കാര്യത്തെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. സർസംഘചാലകന്റെ ഒരു വളരെ അപൂർവമായി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടികൾ അപൂർവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. 1 ലക്ഷത്തോളം ആളുകൾ നാളെ ഹിന്ദുമത പരിഷത്ത് വേദിയിലേക്ക് സർസംഘചാലക പങ്കെടുക്കുന്ന വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ അദ്ദേഹം ഈ പരിഷത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് ശ്രവിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷത്തോളം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്ന് സംഘാടകരായ ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് അദ്ദേഹം കൊച്ചിയിൽ നിന്നും റോഡ് മാർഗം പന്തളത്തേക്ക് എത്തും. കൊച്ചിയിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടികളുള്ളത്. ആ പരിപാടികളിൽ പങ്കെടുത്ത് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പന്തളത്തേക്ക് എത്തും. പന്തളത്ത് ഒരു സ്വയം സേവകന്റെ വസതിയിലാണ് അദ്ദേഹത്തിന് വിശ്രമം ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 3 മണിവരെ അദ്ദേഹം അവിടെ ഉണ്ടാകും. പിന്നീട് റോഡ് മാർഗം പന്തളത്ത് നിന്ന് 3:20 ചെറുകോൽപ്പുഴയിലേക്ക് എത്തും. ചെറുകോൽപ്പുഴയിൽ വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും വഞ്ചിപ്പാട്ടിന്റെയും എല്ലാം അകമ്പടിയോടുകൂടി സ്വീകരിച്ച് ആനയിച്ച് അദ്ദേഹത്തെ പരിഷത്ത് വേദിയിലേക്ക് എത്തും. പരിഷത്ത് വേദിയിൽ 4 മണിക്ക് അദ്ദേഹം എത്തും. 4 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ പരിഷത്ത് വേദിയിലെ പരിഷത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരിപാടികൾക്ക് തുടക്കമാകും. 4:30 മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂർ സമയം അദ്ദേഹം ഇവിടെ പരിഷത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നാണ് ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികളുമായിട്ടുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം തിരികെ ഇവിടെ നിന്നും മടങ്ങുന്നത്. വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 63 പഞ്ചായത്തുകളും 5 നഗരസഭകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള പരിപാടികളായിരുന്നു RSS സർസംഘചാലകനെ വരവേൽക്കുന്നതിന് വേണ്ടി ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ പുരോഗമിച്ചത്. പൂർത്തിയായത് പമ്പ ആരതി ഹിന്ദു നേതൃയോഗങ്ങൾ, വൃക്ഷത്തൈ വിതരണം തുടങ്ങിയ വിപുലമായിട്ടുള്ള പരിപാടികൾ 113 പമ്പ നദിയുടെ പുണ്യനദിയുടെ തീരങ്ങളിൽ പമ്പ ആരതി നടത്തുകയും നദീപൂജകൾ നടത്തുകയും സന്യാസി ശ്രേഷ്ഠന്മാർ എത്തി ഗംഗാ ആരതിക്ക് സമാനമായ രീതിയിൽ കേരള പാരമ്പര്യത്തിൽ ഒരു വളരെ പുതുമയുള്ള പമ്പ ആരതി കഴിഞ്ഞ 1 മാസമായിട്ട് പൂർത്തീകരിച്ചു. വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഹിന്ദു നേതൃയോഗങ്ങൾ നടത്തി. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളോടുകൂടിയാണ് RSS സർസംഘചാലകനെ ഹിന്ദു ഏകതാ സമ്മേളനത്തിലേക്ക് ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായ സർസംഘചാലക് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായത്. 1 ലക്ഷം ആളുകൾ നാളെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളുമെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുമുണ്ട്. 4 മണിയോടുകൂടി അദ്ദേഹം വേദിയിൽ എത്തുകയും ചെയ്യും. എല്ലാ തയ്യാറെടുപ്പുകളും മറ്റ് വിഭാഗങ്ങളും ഒക്കെയായിട്ടും ഹിന്ദുമത മഹാമണ്ഡലം ഭാരവാഹികൾ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള പ്രധാനപ്പെട്ട ഹിന്ദു ഏകതാ സമ്മേളനത്തോടൊപ്പം ഇനി പൂർത്തീകരിക്കാനുള്ള ഹിന്ദുമത പരിഷത്തിന്റെ പ്രധാന പരിപാടികൾ അയ്യപ്പ ഭക്ത സംഗമം, ഒപ്പം ആചാര്യ അനുസ്മരണ സമ്മേളനം, മതപാഠശാല ബാലഗോകുലം സമ്മേളനം, ഒപ്പം വനിതാ സമ്മേളനം തുടങ്ങിയ പരിപാടികളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാനുള്ളത്. ഇന്ന് വൈകിട്ട് 3:30 ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി അയ്യപ്പ ഭക്ത സമ്മേളനമാണ്. ശബരിമല തീർത്ഥാടനത്തിന്റെ പാരമ്പര്യ ആചാര്യ രീതികളും ഇനിയുള്ള തീർത്ഥാടന അവലോകനങ്ങളും എല്ലാം വിശദമായി ചർച്ച ചെയ്യുന്ന സമ്മേളനമാണ് ഇന്ന് നടക്കുന്ന അയ്യപ്പ ഭക്ത സമ്മേളനം. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, ദേവസ്വം മന്ത്രി VN വാസവൻ, ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സം തില്ലങ്കേരി, ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്വാമി അയ്യപ്പദാസ്, VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം പങ്കെടുക്കുന്ന അയ്യപ്പ ഭക്ത സമ്മേളനം ഇന്ന് വൈകിട്ട് 3:30 നടക്കും. അടുത്ത ദിവസം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എത്തിച്ചേരും. അതിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം അവിടെ
അവിടെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും മണിക്കൂറുകളിൽ അദ്ദേഹം അവിടേക്ക് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളുമായി സുധീഷ് ഗോപാൽ ചേരും.